മലപ്പുറം നിലമ്പൂർ പാറേക്കാട് നഗറിൽ ആദിവാസി കുടുംബം സ്ഥലപരിമിതിയുള്ള വീട്ടിൽ കഴിയുന്നതിൽ സ്വമേധയാ കേസെടുത്തിരിക്കുന്നു മനുഷ്യാവകാശ കമ്മീഷൻ. അടിയന്തരമായി ഇടപെടണമെന്ന് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 15 ദിവസത്തിനകം ITDP പ്രൊജക്ട് ഓഫീസർ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം. ചെറിയ കൂരയിൽ 21 പേരാണ് ഇവിടെ കഴിഞ്ഞിരുന്നത്. 24 ഈ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരികയും അത് വാർത്തയാവുകയും ചെയ്തതിന് ശേഷമാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ സുപ്രധാനമായ ഒരു ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. വിപിൻ സി വിജയൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി. വിപിനാണ് ഈ പാറേക്കാട് നഗറിലെ ആദിവാസി കുടുംബം ഏറ്റവും ചെറിയ ഒരു കുടിലിൽ വലിയ കൂടുതൽ ആളുകൾ കഴിയുന്നതിന്റെ ദൃശ്യങ്ങളും വിവരങ്ങളും ഒക്കെ പുറത്തുവിട്ടത്. അതിനുശേഷം ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഇക്കാര്യത്തിൽ സ്വമേധയാ കേസെടുത്തിരിക്കുന്നു. അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടണം എന്നാണല്ലോ ജില്ലാ കളക്ടർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഏത് തരത്തിലുള്ള ഒരു ഇടപെടലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്? ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു നടപടി ഉണ്ടാകുന്നത്? GK, ഈ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം ഇപ്പോൾ 2 ദിവസത്തിനകം തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ഇതേക്കുറിച്ച് അന്വേഷിക്കുകയും അതിലൊരു ഇടപെടൽ നടത്തുകയും ചെയ്തിരിക്കുന്നു. ഒക്ടോബർ 9 തിരൂരിൽ നടക്കുന്ന സിറ്റിംഗിൽ ഈ കേസ് പ്രത്യേകമായി തന്നെ പരിഗണിക്കും എന്നുള്ളതാണ് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അടിയന്തരമായി ഇടപെടാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ITDP ആദിവാസി സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ITDPയുടെ പ്രൊജക്ട് ഓഫീസർ റിപ്പോർട്ട് സമർപ്പിക്കണം. 15 ദിവസത്തിനകം തന്നെ ഇതിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളതിൽ ഒരു അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുകൂടിയാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായത് ഈ പാറേക്കാട് നഗറിൽ ഒരു വീട്ടിൽ തന്നെ 21 പേരാണ് കഴിയുന്നത്. ഒരു മുറിയിൽ ആകെ 3 മുറികളാണുള്ളത്. അത് ചെറിയ മുറികളാണ്. അതിൽ ഒരു മുറിയിൽ തന്നെ 8 പേരാണ് കിടന്നുറങ്ങുന്നത്. അങ്ങനെ കിടന്നുറങ്ങാൻ സ്ഥലമില്ലാതെ രാത്രി ഇരുന്നുറങ്ങും എന്നുള്ളത് 88 വയസ്സായിട്ടുള്ള കുറുമ്പി അമ്മ 24നോട് അവരുടെ വേദന പങ്കുവച്ചിരുന്നു. ഇതുകൂടി കണ്ടുകൊണ്ടാണ് കമ്മീഷന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ITDPയുടെ പ്രൊജക്ട് ഓഫീസർ ആ വീട്ടിലേക്ക് പോവുകയും അന്വേഷണം ഇതിനോടകം തന്നെ നടത്തുകയും ചെയ്തു. പക്ഷേ അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടലും ഇപ്പോഴും പട്ടികവർഗ വകുപ്പിന് ഇതിൽ നൽകാനില്ല. ഈ 5 റേഷൻ കാർഡാണ് ഈ കുടുംബത്തിലുള്ളത്. ഈ 5 റേഷൻ കാർഡിൽ 2 പേർക്ക് സ്ഥലമുണ്ട്. അവിടെ വീട് വെച്ച് നൽകും എന്നൊരു റിപ്പോർട്ട് മാത്രമാണ് അവർക്ക് ഇപ്പോഴും പറയാനുള്ളത്. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് ഇവരെ മറ്റു വീടുകളിലേക്ക് താമസിപ്പിക്കാനോ മറ്റു കൂടുതൽ സൗകര്യങ്ങൾ എന്തെങ്കിലും നൽകുന്നതിനോ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് ആവശ്യം. അത് ഉണ്ടാകണം എന്നുള്ള കൂടിയാണ് ഇപ്പോൾ ഈ കമ്മീഷന്റെ ഉത്തരവിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. GK, ഏതായാലും വിപിൻ, ഇത് ഈ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടലോടുകൂടി ഇവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകും എന്ന് നമുക്ക് കരുതാം, അല്ലെ? കാരണം അടിയന്തരമായ ഒരു ഇടപെടൽ വേണമെന്നാണല്ലോ ജില്ലാ കളക്ടർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ സാഹചര്യത്തിൽ ഇവരെ മാറ്റിപ്പാർപ്പിക്കാനോ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട മറ്റു സഹായം നൽകാനോ ഉള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന്, അല്ലേ? തീർച്ചയായിട്ടും ജില്ലാ കളക്ടറോട് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഇപ്പോൾ 5 റേഷൻ കാർഡുള്ള ആളുകൾ 21 ആളുകളാണ് ആ വീട്ടിലുള്ളത്. അതിൽ ഒരു കുടുംബത്തെ എങ്കിലും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചാൽ കുറച്ച് സൗകര്യം ഉണ്ടായേനെ എന്നുള്ളതാണ് ഈ കുറുമ്പി അമ്മ ആവശ്യപ്പെട്ടത്. പക്ഷേ അതിനുള്ളൊരു ഇടപെടൽ ഈ പട്ടികവർഗ വകുപ്പിന്റെ ഭാഗത്തു നിന്നില്ല. അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളുടെ ഈ ആദിവാസി സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന പദ്ധതികളിൽ ഒന്നും തന്നെ അത്തരത്തിലൊരു ഇടപെടലില്ല. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ജില്ലാ കളക്ടറോട് നേരിട്ട് ഒരു ഇടപെടണമെന്നൊരു ആവശ്യം വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ അതിലെ ഒരു കുടുംബത്തെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി അവർക്ക് കൂടുതലൊരു സൗകര്യം ജീവിതത്തിൽ ഉണ്ടാക്കും കഴിയും എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കേണ്ടത്. ഒക്ടോബർ 9 അതിലൊരു നടപടി ഉണ്ടാകണം. അതിൽ ആ കേസ് പരിഗണിക്കും എന്ന് പറയുമ്പോൾ 1 മാസത്തിനകം തന്നെ അതിൽ വലിയൊരു ഇടപെടൽ ഉണ്ടായി റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ശരി, 24 ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് 2 ദിവസത്തിനകം തന്നെ ഇതിന്റെ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു. മലപ്പുറത്തെ നിലമ്പൂർ പാറേക്കാട് നഗറിൽ ആദിവാസി കുടുംബം വളരെ ചെറിയൊരു വീട്ടിൽ കഴിയുന്നതിൽ ഈ കാര്യം ഞങ്ങൾ വാർത്തയിലൂടെ പുറത്തു കൊണ്ടുവന്നത്. അതിൽ സ്വമേധയാ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ. മാത്രമല്ല അടിയന്തരമായി ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം എന്ന നിർദ്ദേശം ജില്ലാ കളക്ടർക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു. 15 ദിവസത്തിനകം ITDP പ്രൊജക്ട് ഓഫീസർ ഇക്കാര്യത്തിൽ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നതാണ്. ഈ വളരെ ചെറിയ ഒരു കൂരയിൽ 21 പേരാണ് തിങ്ങി നിറഞ്ഞ് ഇവിടെ കഴിഞ്ഞിരുന്നത്. അവരുടെ ദുരവസ്ഥ 24 റിപ്പോർട്ട് ചെയ്ത് 2 ദിവസത്തിനകം തന്നെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു. വിപിൻ സി വിജയൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് മലപ്പുറത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.